ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇപ്പോൾ സമയം ഒരു 5:30 ആവുന്നു, വൈകുന്നേരം. സൺഡേ ആണേ. അപ്പം സൺഡേ ആണ്, കുറച്ച് സമാധാനമായിട്ട് വീട്ടിലിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മളന്ന് പൂന്തോട്ടത്തിൻ്റെ അല്ല, കുറച്ച് ചെടികളുടെയൊക്കെ വൃത്തിയാക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടില്ലേ. അപ്പം അതിനകത്ത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ, വള്ളിച്ചീര കാണിച്ചില്ലായിരുന്നോ? അപ്പം ഞാൻ ഇപ്പോൾ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, എങ്കിൽ പിന്നെ വള്ളിച്ചീര പറിച്ചിട്ട് തോരൻ വെച്ചാലോ, അതൊരു വ്ളോഗ് അങ്ങ് ആക്കിയാലോ എന്ന് കരുതി. അപ്പം എൻ്റെ കയ്യിലൊരു പാത്രമൊക്കെ ഉണ്ട്, നമുക്ക് പോയിട്ട് വള്ളിച്ചീര പറിച്ചിട്ട് തോരൻ വെക്കാം ഗൈസ്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ആദ്യമായിട്ടാണ് അത് വെക്കുന്നത്. അത് എങ്ങനെ വെക്കണമെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ടൊരു ധാരണയില്ല ഗൈസ്. കുളം ആവുമോയെന്ന് അറിയത്തില്ല. സാധാരണ തോരൻ വെക്കുന്ന പോലെ നമുക്കൊന്ന് നോക്കാം എങ്ങനെ വെക്കാമെന്ന്. ഓക്കെ, നമുക്ക് വള്ളിച്ചീരയുടെ ഇല പറിച്ചെടുക്കാം. ഇല മാത്രമല്ല, നമ്മുടെ മറ്റേ ചീരയുടെ തണ്ട് എടുക്കുന്ന പോലെ ഇതിൻ്റെ അത്യാവശ്യം കിളുന്നായിട്ടുള്ള തണ്ടും കൂടെ നമുക്ക് എടുക്കാം. ഇല ഇതിനകത്ത് ഇപ്പോൾ ഇച്ചിരി കുറച്ചേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇന്നാൾക്ക് നമ്മൾ പുല്ല് പറിച്ചതേ ഉള്ളൂ, പക്ഷേ പുല്ലൊക്കെ വീണ്ടും കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം മഴയാണല്ലോ, മഴയായി തുടങ്ങിയല്ലോ. എങ്ങനെ നിങ്ങളുടെ നാടുകളിലൊക്കെ മഴ ലഭിക്കുന്നുണ്ടോ? നന്നായിട്ട് മഴ കിട്ടുന്നുണ്ടോ? ഇവിടെ നല്ല മഴയാണ് ഇന്ന്. പക്ഷേ ഇത്തിരി തോർച്ചയുണ്ട്. ഇടയ്ക്ക് തോർച്ച വന്നപ്പോഴാണ് എനിക്കൊരു മൂഡ് വന്നതെന്നാൽ വീഡിയോ എടുക്കാമെന്ന്. ചില സമയത്തങ്ങ് മടി തോന്നുവേ. മടിയല്ല, പണിയൊക്കെ ആയതുകൊണ്ട് പറ്റാറില്ല, അതാണ് സത്യം. അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. തണ്ടിങ്ങനെ ഒടിച്ചെടുക്കാൻ നോക്കിയതാണേ, പക്ഷെ ഒടിഞ്ഞു വരുന്നില്ലേ. അപ്പോൾ ഇതേപോലെയാണ് വരുന്നത് ഇങ്ങനെ. ഞാൻ പിന്നെ അതെങ്ങനെയൊക്കെയോ പറിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ അന്നേരം ഉണ്ടല്ലോ, ഇതിൻ്റെ തണ്ടിന് ഭയങ്കരമായ പശപ്പ് പോലെ ഇങ്ങനെ കണ്ടാ, നമ്മുടെ സാധാരണ ചീരത്തണ്ട് പോലെ തോന്നുന്നില്ല എനിക്ക്. എന്താണാവോ, അറിഞ്ഞൂടാ. നമ്മളങ്ങനെ ചീര പറിച്ചെടുത്തു ഗൈസ്. വേണ്ടേ, ഇത്രയും ക്വാണ്ടിറ്റിയേ ഉള്ളൂ കേട്ടോ, ഇത്രയും കുറച്ചേ ഉള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ തണ്ടെല്ലാം കൂടെ കുറച്ചിങ്ങ് പറിച്ചെടുത്തു. കാരണം എന്താണെന്നറിയോ, അളവ് കുറവാണ്. ഇതിപ്പോൾ അരിഞ്ഞ് വെന്ത് വരുമ്പോൾ ഇത്തിരിയേ കാണത്തുള്ളൂ. എന്നാലും വേണ്ട, അതൊന്ന് തോരൻ വെക്കാമെന്ന് കരുതി. അന്നേ ഞാൻ കരുതിയതാണ് അതിനി തോരൻ വെക്കുന്നതും കൂടെ എടുത്തിടാമെന്ന്. അപ്പം അങ്ങനെ ഞാൻ ഇനി കയറിയിട്ടത് അരിയണം. എൻ്റെ ഇവിടെ എന്തോ പൊടി ഇരിക്കുന്നു. ചീര പറിച്ചപ്പോൾ പറ്റിയ പൊടിയാന്ന് തോന്നുന്നു. എൻ്റെ കുറുനിരയല്ലേ, സ്പ്രിങ് അതാണ്. നമുക്ക് മുടി ഇങ്ങനെ കെട്ടി വെക്കുമ്പോഴേ എപ്പോഴും ഇതിങ്ങനെ എടുത്തിടാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ എപ്പോഴും അങ്ങനെയാണ്. മുടി കെട്ടി കഴിഞ്ഞാൽ, കെട്ടിയല്ല എപ്പോഴാണേലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊന്നും എടുത്തിടാറുണ്ട്. അപ്പോൾ നമുക്കിത് പോയി അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ തിരുമ്മി സാധാരണ തോരൻ വെക്കുന്ന പോലെ വെക്കാം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം, ടേസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ചീര അരിയാൻ ഞാൻ നന്നായിട്ട് അത് കഴുകി കേട്ടോ. കഴുകി വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് അരിയാന്ന് വെച്ചു. കഴുകി എന്നാൽ നല്ല മണ്ണുണ്ടായിരുന്നു, മഴയും കൂടെ പെയ്തുകൊണ്ട് മണ്ണ് തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു ഇലയിൽ. അപ്പം നമ്മൾ അരിയാനായിട്ട് പോവാണ്. ഞാനിങ്ങനെ വീടിനകത്തോട്ട് കയറി. അപ്പം അത് ലൈറ്റിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ അരിയുന്നു. എനിക്ക് അരിയുമ്പം കയ്യിൽ ഇതുപോലെ നമ്മുടെ കയ്യൊറ അഥവാ വിരലൊറ അത് വേണം, അത് മസ്റ്റാണ്. അതില്ലാതെ എനിക്ക് പറ്റൂല അരിയാൻ. അപ്പം അത് വെച്ചിട്ട് നമ്മളിങ്ങനെ അരിയുന്നു. കുനുകുന അയ്യോ, കുനുകുന അങ്ങനെ അരിയുന്നു. അങ്ങനെ കുഞ്ഞുതായിട്ട് അരിഞ്ഞിട്ട് എന്തോരം വരുമെന്ന് നമുക്ക് നോക്കാം. ക്വാണ്ടിറ്റി ഇത്തിരി ഉള്ളതിൽ നിങ്ങളെ വെച്ച് കാണിക്കും. അത് ഞാൻ വിചാരിച്ച കാര്യമാണ്. നമ്മുടെ ചീര ഞാൻ അരിഞ്ഞു വെച്ചു. അരിഞ്ഞപ്പോൾ ഇത്രയുണ്ട്. ഇനി തേങ്ങയും കൂടെ തിരുമണം. തേങ്ങ തിരുമിയിട്ട് അത് ചതയ്ക്കണം. വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതിനകത്ത് ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ, നന്നായിട്ട് കുഴഞ്ഞ ഒരു പശപ്പ് പോലെ ഉണ്ടായിരുന്നു ആ തണ്ടിൻ്റെ കൂട്ട് തന്നെ. എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ ബാലൻസ് കാര്യങ്ങളൂടെ ചെയ്യാവേ. നമ്മുടെ ചീരയുടെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. അതും കൂടെ കഴുകി അതിൻ്റെ തോല് കളഞ്ഞിട്ട്, കരിന്തോലി കളയാതെ, ഞാൻ കേട്ടിട്ടുണ്ട് ചക്കക്കുരുവിൻ്റെ കരിന്തോലി കളയാതെ എടുക്കുന്നതാണ് ആരോഗ്യത്തിന്, ഗുണത്തിന് നല്ലതെന്ന്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ഉപ്പും മഞ്ഞളും ചേർത്തൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് വേവുമ്പോഴത്തേനും നമുക്ക് തേങ്ങയും ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചതയ്ക്കാനുള്ളതിനകത്ത് തേങ്ങ, ജീരകം, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, പിന്നെ കൊച്ചു ചെറുള്ളി,
പിന്നെ ഒരു പച്ചമുളക്, ഇത്രയും സാധനം ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. നമ്മുടെ ഇവിടെ വെളുത്തുള്ളി തീർന്നു പോയി ഗൈസ്. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയതാണ്, പക്ഷേ സാധനം തീർന്നു പോയി. വെളുത്തുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ്. എന്താണെന്ന് വെച്ചാലേ നമ്മൾ ചക്കക്കുരുവൊക്കെ ചേർക്കുന്നില്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ്. പക്ഷേ നമുക്ക് ഇന്നിവിടെ ഇല്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. നമ്മൾ ചതച്ച് വെച്ച അരപ്പ് നമ്മുടെ ചീരയിലോട്ട് ഇട്ടിട്ട് നമുക്കതൊന്ന് ഇളക്കി, കൈകൊണ്ട് തന്നെ ഇളക്കി വയ്ക്കാവേ. ശരിക്കും ഈ ചീരയ്ക്ക് നല്ല വെള്ളം തോന്നുന്നുണ്ട്, തൊട്ടിട്ടേ നല്ല കുഴഞ്ഞിരിക്കുന്നു ഇപ്പം തന്നെ. നമുക്കിത് പുരട്ടി, ഇതിനകത്ത് ഉപ്പൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്, അരപ്പിനകത്ത് ഓൾറെഡി ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കടുതാളിക്കാം. കടുകിട്ട് അതിനകത്തിലോട്ട് കുറച്ച് കൊച്ചുള്ളി, പിന്നെ നമ്മുടെ വറ്റൽമുളക് അതൊന്ന് മൂക്കട്ടെ. ജസ്റ്റ് അത് മൂത്ത് വന്നിട്ടുണ്ട്, അപ്പം ഒത്തിരി കരിയണ്ടേ. ആ മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ കൂട്ടി വെച്ചേക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ചിട്ട് തപ്പിക്കൂട്ടി നമുക്ക് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ അത് ഒന്ന് ജസ്റ്റ് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി. നമ്മുടെ തോരന് ഏകദേശം ആയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ടേ. മണമെന്ന് വെച്ചാൽ നമ്മുടെ ആ വെളിച്ചെണ്ണയുടെയും പിന്നെ ഉള്ളിയൊക്കെ വഴണ്ടേൻ്റെയും അരപ്പെല്ലാം ചേർന്നതിൻ്റെ എല്ലാം ഒരു മണമുണ്ട്. അപ്പോൾ ഇതിനകത്തിലോട്ട് നമ്മൾ നേരത്തെ ഒരു സാധനം വേവിച്ച് വെച്ചില്ലായിരുന്നോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് നമ്മുടെ ചക്കക്കുരും കൂടെ ഞാൻ ഇതിനകത്തിലോട്ട് ആഡ് ചെയ്തു. ഇനി ഇത് ഒരുമിച്ചിരുന്ന് ഒന്നും കൂടെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. നല്ല വെള്ളച്ചോറും ഉള്ളിച്ചമ്മന്തി മാങ്ങാച്ചാറും പിന്നെ നമ്മുടെ മെയിൻ ആൾ നമ്മുടെ വള്ളിച്ചീര തോരന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ ചീരത്തോരന് അത് തന്നെ ഒന്ന് കഴിക്കാം. ആദ്യം അതിന് നാരുണ്ട്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാ ചീരത്തോരൻ്റെ എനിക്കൊന്ന് അതിനെക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. തമാശ പറഞ്ഞല്ല കേട്ടോ, നിറയെ തേങ്ങയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആദ്യം ഈ തോരൻ നമ്മുടെ വെള്ളേരി ചോറില്ലേ അതിനകത്തിലോട്ട്, ഞാൻ ഈ തോരൻ കഴിക്കാൻ വേണ്ടി മാത്രം ചോറെടുത്തതാണ് ഇപ്പം. എന്നിട്ട് നമുക്ക് കഴിക്കാം. ആദ്യം തോരൻ മാത്രം. വായോ, ഒരു വാ വേണേ തരാം. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാം. ഇനി ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ചെയ്ത് നോക്കും. ഭയങ്കര ടേസ്റ്റാണ്, നല്ല രുചിയാണ്. എൻ്റെ ഗുണങ്ങളെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഉപ്പ്, നമ്മുടെ ഉള്ളിച്ചമ്മന്തി അച്ചാറും കൂട്ടിയും കൂടെ പിടിക്കട്ടെ. എൻ്റെ സംസാരം പോലും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഉപ്പ് അടിപൊളി. അങ്ങനെ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ ഗൈസ്. ഒരു പറ ചോറ് നിങ്ങളുണ്ടും ഈ തോരനുണ്ടെങ്കിൽ, ഉറപ്പാണ്, സത്യം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.